ഉസ്താദ് അവറുകളുടെ നമ്മളോടുള്ള നസീഹത്താണ്. അതിനുവേണ്ടി മഹാനായ ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ക്ഷണിച്ചു. ബിസ്മില്ലാഹിൽ അളീമിൽ ഖുദ്റത്തി വശ്ശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിദുദ് ദീൻ വൽ ഖുർആൻ ബിസ്മില്ലാഹി മാ ശാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫി റസൂലില്ലാഹ് സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ كلا لو تعلمون علم اليقين. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم أكثروا ذكر محاسن موتاكم. ബഹുമാനമുള്ള സയ്യിദ് സൈനുൽ ആബിദീൻ ബഫഖീഹ് തങ്ങൾ, മറ്റ് സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രഗത്ഭ വ്യക്തികൾ, അതിഥികൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടതുപോലെ ബഹുമാനപ്പെട്ട മർഹൂം ഫരീദുദ്ദീൻ മുസ്ലിയാർ ബാഖവി നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളുടെ അനുസ്മരണ പ്രഭാഷണത്തിന് അദ്ദേഹത്തിൻ്റെ മക്കൾ എന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ട് ക്ഷണിച്ചു. വീണ്ടും എൻ്റെ വീട്ടിൽ വന്ന് ക്ഷണിച്ചു. പക്ഷേ എൻ്റെ പരിപാടി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഒരു സ്ഥലത്ത് നിശ്ചയിച്ച് കഴിഞ്ഞു പോയാൽ അത് മാറ്റാൻ സാധിക്കുകയില്ല. അങ്ങനെ ഇതിൻ്റെ മുമ്പ് നിശ്ചയിച്ചു പോയ ഒന്നിൽ അധികം പരിപാടികൾ അന്നുള്ളത് കൊണ്ട് ഞാൻ അതൊഴിവാക്കി വരുന്നത് അവിടെ ദീനിന് വലിയ ദോഷം വരുമെന്ന് കണ്ടതുകൊണ്ട് വരാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ബുദ്ധിമുട്ടി ഞാൻ വന്നത്. ഇന്നലെ രാത്രി 2 മണിക്ക് മർക്കസിലെത്തി കിടന്നുറങ്ങിയ ഞാൻ സുബഹി നിസ്കാരത്തിന് ശേഷം സാധാരണ പോലെ ഞാൻ നടത്തുന്ന ബുഖാരി ദർസ് കഴിഞ്ഞ ശേഷം കോയമ്പത്തൂരിൽ പോയി അവിടെ പങ്കെടുത്ത് നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 9 മണിക്ക് പോയാൽ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ മർക്കസിലെത്തുമ്പോൾ ചുരുങ്ങിയത് 1 മണി സമയമെങ്കിലും കഴിയും. എന്നാലും ഞാൻ ഇതിന് ബുദ്ധിമുട്ടി വരാൻ 2 പ്രധാന കാരണം ഉണ്ട്. ഒന്ന്, 1963 ഡിസംബർ 30 ബാഖിയാത്ത് സാലിഹാത്തിൽ നിന്ന് മുതവ്വൽ ബിരുദം, ബാഖവി ബിരുദം എടുത്ത് പുറത്തിറങ്ങിയ, എൻ്റെ കൂടെ തന്നെ പുറത്തിറങ്ങിയ വ്യക്തികളിൽ എൻ്റെ സുമലാ, എൻ്റെ സുറക്കാ, അവരിൽ ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ മുസ്ലിയാർ അവർകൾ
എനിക്ക് കൂടുതൽ അടുപ്പമുള്ള ആളായിരുന്നു. ഉസ്താദുമാരുടെ ദർസിൽ ഹാജരായി പിന്നെ പോയി കിടന്നുറങ്ങുന്നവരും ചുരുക്കമൊക്കെ ഉണ്ടാകും. മറ്റു ചിലർ മുതഅല്ലിമീങ്ങൾ തമ്മിൽ പഠിച്ച ഈ ദർസിൽ ഓതിയ പാഠം ആവർത്തിച്ച് വായിച്ചോതുകയും ചർച്ചകൾ നടത്തുകയും കൂടുതൽ തഹ്ഖീഖ് ചെയ്യുകയും അതിനുവേണ്ടി സമയമെടുക്കുകയും ചെയ്യുന്ന മുതഅല്ലിമീങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായിരുന്നു ഫരീദുദ്ദീൻ മുസ്ലിയാർ. അദ്ദേഹവും ഞാനും അതുപോലെ മറ്റ് ഏതാനും ചില വ്യക്തികളും വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിലെ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ലൈബ്രറി അവിടെ ബാഖിയാത്തു സാലിഹാത്തിലാണ് ഉള്ളത്. ആ ലൈബ്രറിയനുമായി കൂടുതൽ ബന്ധപ്പെട്ട് വൈകുന്നേരം ഞങ്ങൾക്ക് മുതാലഅത്ത് ചെയ്യാൻ പഠിക്കുന്ന കിതാബുകൾക്ക് പുറമെ മറ്റ് പല കിതാബുകളും അദ്ദേഹത്തോട് വാങ്ങി രാത്രി 1 മണി വരെയും 2 മണി വരെയുമെല്ലാം ഓതിപ്പഠിക്കുന്ന കിതാബുകൾക്ക് പുറമെ മറ്റ് കിതാബുകൾ കൂടി മുതാലഅ ചെയ്യുന്നതിലും നോക്കുന്നതിലും ചർച്ച ചെയ്യുന്നതിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ, അവിടുത്തെ ഉസ്താദുമാരുടെ ശിഷ്യന്മാരിൽ, ഞങ്ങളുടെ ശുറക്കായിൽ, കൂട്ടുകാരിൽ, സഹപാഠികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അങ്ങനെ പഠിക്കുന്ന കാലത്ത് കൂടുതൽ അധ്വാനിച്ച് പഠിച്ചു എന്ന് അർത്ഥം. തണൽ നൽകപ്പെടുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗമാണ് വറജുലാനി തഹാബ്ബാ ഫില്ലാഹി. 2 വ്യക്തികൾ അവർ അല്ലാഹുവിന്റെ വിഷയത്തിൽ അന്യോന്യം പ്രിയം വെച്ചു. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രിയം വെച്ചു. ബിഹാലിഫ്തിറാഖിൻ മിൻഹുമാ വവിസാലി എന്ന് കുട്ടികൾ പറയുന്ന ബൈത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. കാണുമ്പോഴും കാണാത്തപ്പോഴും, സദസ്സിലുള്ളപ്പോഴും അല്ലാത്തപ്പോഴും മനസ്സിൽ സ്നേഹം വെക്കുകയും മനസ്സിൽ പ്രിയം വെക്കുകയും അന്യോന്യം ആ പ്രിയം നിലനിർത്തുകയും ചെയ്യുന്ന 2 വ്യക്തികൾ, അവർക്ക് അർശിന്റെ തണൽ ഉണ്ടാകും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിഗണന പരലോകത്തിലുണ്ടാകും എന്ന് നാം പഠിച്ചിട്ടുണ്ട്. ആ നിലക്ക് യഥാർത്ഥത്തിൽ അങ്ങേയറ്റം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സ്നേഹം വെച്ചുകൊണ്ട്, പ്രിയം വെച്ചുകൊണ്ട് മരണം വരെ ആ പ്രിയം നിലനിർത്തുന്ന വിഭാഗമാണ് വിദ്യാർത്ഥികൾ, ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. പ്രത്യേകിച്ച് ആ വിദ്യാർത്ഥികൾ, ഒരു വിദ്യാർത്ഥിയുടെ മഹത്വം അത് കൂടുതലൊന്നും പറയേണ്ടതില്ല. അയാൾ നല്ലപോലെ അധ്വാനിച്ച് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുകയും വിഷയം തഹ്ഖീഖ് ആക്കുകയും ചെയ്തു, ആ പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചു എന്നത് തന്നെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയാനുള്ള വലിയ മദ്ഹ്. ആ മദ്ഹാണ് ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ മുസ്ലിയാരെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ആ മഹബത്ത് മരണം വരെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും അതുണ്ട്. സ്വർഗത്തിൽ വരെ അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. ഈ കാരണമാണ് ഞാനിവിടെ ഇത്ര ബുദ്ധിമുട്ടി വരാനുള്ള ഒരു കാരണം. മറ്റൊരു കാരണം, മിക്ക ആലിമീങ്ങളുടെയും പണ്ഡിതന്മാരുടെയും മക്കള് ആലിമീങ്ങളാവാറില്ല. എന്നാൽ
എല്ലാ മക്കളും ആലിമീങ്ങളാണ്, ഇൽമിൻ്റെ അഹലുകാരും ഇൽമിൻ്റെ പ്രവർത്തകരും ആണ് എന്ന ഒരു വലിയ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ഫരീദുദ്ദീൻ മുസ്ലിയാർ. ആ മക്കളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ആ മഹത്തായ വഴിയിൽ ഉറപ്പിച്ച് ഇനിയും കൂടുതൽ കൂടുതൽ അദ്ദേഹം നട്ടുപിടിപ്പിച്ച ഈ ചെടികൾ വളർത്താനും വ്യാപിപ്പിക്കാനും അല്ലാഹു അവർക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ ചിലപ്പോൾ ആരുണ്ടല്ലോ തമാശ പറയലുണ്ടല്ലോ, ചിലപ്പോൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് തമാശ അറിയും. പിഴക്കാപ്പള്ളി എന്ന് പറഞ്ഞാൽ പിഴക്കാത്ത പള്ളിയെന്നോ പിഴച്ച പള്ളിയെന്നോ എന്താണ് അതിൻ്റെ അർത്ഥം ഞങ്ങളിങ്ങനെ തമാശയെ പറയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയും ഒരിക്കലും പിഴക്കാത്ത പള്ളി തന്നെയാണ്. എന്നാൽ അങ്ങനെ ആവട്ടെ, പിഴക്കാത്ത പള്ളി ആവട്ടെ എന്ന് ഞങ്ങളും പറയും. പിഴക്കാപ്പള്ളി എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടിനും അർത്ഥമുണ്ട് എന്ന് വരുമല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഒരു പിഴക്കാപ്പള്ളി തന്നെയായില്ലേ. ഈ നാട് തന്നെ പിഴക്കാപ്പള്ളി തന്നെയല്ലേ ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ നാട് തന്നെ വളരെയധികം നല്ല ഒരു നാട്, വിദ്യാഭ്യാസം ഉള്ള നാടാണ്, ഭൗതിക വിദ്യാഭ്യാസവും ഉള്ള നാടാണ്. ഞങ്ങളുടെ കോഴിക്കോട് ജില്ലാ കലക്ടർ തന്നെ ഈ നാട്ടുകാരനാണ്. കഴിഞ്ഞ 3 കൊല്ലവും അയാൾ ഒരു ചീത്തപ്പേരും ഉണ്ടാക്കിയിട്ടുമില്ല.